ആലുവ മാറമ്പള്ളി MES കോളേജിൽ പരിധി വിട്ട് വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആഘോഷം. റോഡ് ബ്ലോക്ക് ചെയ്തും വാഹനങ്ങൾക്ക് മുകളിൽ കയറിയുമാണ് വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷിച്ചത്. KP അഭിലാഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഈ ക്യാമ്പസുകളിലെ ഇത്തരം ആഘോഷങ്ങൾ, നിയമങ്ങൾ ലംഘിച്ചുള്ള ആഘോഷങ്ങൾ, അതിന് രക്തസാക്ഷികൾ ഉണ്ടാവുകയും അതിനെതിരെ വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അത് ആവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹനത്തിന്റെ മുകളിലൊക്കെ കയറിയുള്ള ആഘോഷ പരിപാടികളാണ് നടന്നിരിക്കുന്നത്. കോളേജ് അധികൃതരുടെ സമ്മതത്തോടെയാണോ ഇതൊക്കെ നടന്നത്? എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്? തീർച്ചയായും രേണുക, ഇത്തരത്തിലൊരു ആഘോഷത്തിന് കോളേജ് അധികൃതർ ഒരു കാരണവശാലും സമ്മതം മൂളില്ല എന്നത് വ്യക്തമാണ്. മാത്രവുമല്ല, നിരന്തരമായി ഇത്തരത്തിലുള്ള യാത്രകളും അപകടങ്ങളും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പാലക്കാട് വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞെത്തി ഉണ്ടായ അപകടം. ആലപ്പുഴ കളർക്കോട് വിദ്യാർത്ഥികൾ തന്നെ ഡ്രൈവ് ചെയ്തിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവം. അങ്ങനെ വാർത്തകളിൽ അടക്കം ഈ വാഹനങ്ങൾ കൃത്യമായി നിയമങ്ങൾ പാലിക്കാതെ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ആലുവ മാറമ്പള്ളി MES കോളേജിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നിരത്തിലൂടെ വാഹനങ്ങൾ ഓടിച്ചത്. ഈ ദൃശ്യങ്ങൾ എന്നത് ആ പ്രദേശവാസികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ ആണ്. ഇത് രേഖാമൂലം അവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ആഡംബര വാഹനങ്ങളിൽ ആണ് ഈ കുട്ടികൾ യാത്ര ചെയ്യുന്നത്. വാഹനത്തിന് മുകളിൽ കയറിയിരുന്നു. അതോടൊപ്പം തന്നെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ, വാഹനത്തിന്റെ ശേഷിയേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചുമൊക്കെയാണ് ഇതിനെ ഒരു ആഘോഷം എന്ന നിലയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ആഘോഷമായി കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരും നിരീക്ഷിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ കൃത്യമായ ഗതാഗത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമലംഘനം തന്നെയാണ് ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നത് ഈ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. ആഘോഷത്തിൻ്റെ പേരിലടക്കം ഇത്തരം സമീപനങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, വഴി തടഞ്ഞുകൊണ്ടുള്ള, അതായത് ഗതാഗത സംവിധാനത്തെ അല്ലെങ്കിൽ ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ വിദ്യാർത്ഥികൾ നടത്തിയത്. ഇതൊരു ഇടവഴിയാണ്, കോളേജിൻ്റെ പരിസരത്തുള്ള ചെറിയ പാതയിലൂടെയാണ് ഇത്തരത്തിൽ യാത്ര നടത്തുകയും ചെയ്തത്. ഇത് പ്രദേശവാസികൾക്കും സഞ്ചാരികൾക്കും മറ്റു വാഹന ഡ്രൈവർമാർക്കുമൊക്കെ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. കൃത്യമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതായത് തുടർച്ചയായി സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും കുട്ടികൾ തന്നെ അപകടത്തിൽപ്പെടുകയും ചെയ്യുമ്പോൾ ആണ് ഇങ്ങനെ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിച്ച കുട്ടികൾ ആരൊക്കെ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നതിൽ വ്യക്തതയില്ല. നേരത്തെ നമുക്കറിയാം, കളർകോട് അപകടം ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ആ കുട്ടികൾ സിനിമ കാണാൻ പോയത് എന്നറിയാം. ഇത്തരം ആഘോഷങ്ങൾക്ക് വേണ്ടി ആരുടെ വാഹനങ്ങൾ ആണ് ഈ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചത്? ഇവർ വാടകയ്ക്ക് അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവിടെ ആഘോഷ പരിപാടികൾ നടന്നത്.